നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഓരോ റീഡിങ്സുകളും നൽകുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ റെസനേറ്റ് ആവുകയും നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന എനർജികളെയും നിങ്ങളിലെ നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും എല്ലാം ഹീലാക്കി കളയാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ നൽകുന്ന വിശ്വാസവും നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മുന്നോട്ടേക്ക് എടുക്കേണ്ട തീരുമാനം എന്നുള്ളതിനൊരു സപ്പോർട്ടാണ് ഓരോ റീഡിങ്സുകളെന്നും ഫസ്റ്റ് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതനുസരിച്ച് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. നെഗറ്റീവാകുന്ന കർമ്മകൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു യൂണിവേഴ്സലിൻ്റെ, ഒരു പ്രപഞ്ചത്തിൻ്റെ, ഒരു ശക്തിയുടെ എനർജി നിങ്ങളിലേക്ക് നൽകുമ്പം നിങ്ങളത് എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണോ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫലം നിങ്ങളിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ല, മാത്രമല്ല നമ്മൾ ഒരുപാട് റീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത എനർജികളാകുന്ന റീഡിങ്സുകൾ കേൾക്കാതിരിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക. നിങ്ങളിലേക്ക് പൂർണ്ണത, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രപഞ്ചം തീർച്ചയായിട്ടും എത്തിച്ചു തരുമെന്നുള്ളത് 100% ഉറപ്പാണ്. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും എല്ലാ റീഡിങ്സിൻ്റെ അവസാനം ഇടുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും പറയും പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലോക്കേജുകൾ, നെഗറ്റീവ് എനർജികൾ, അതുപോലെ ബ്ലാക്ക് മാജിക് എനർജികൾ, ഇതെല്ലാം ഹീലാക്കാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ എനർജിയിൽ ഒരു പുതിയ തുടക്കം, മാറ്റം, ഇതൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 മന്ത്രാസുകൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളത് എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, പോസിറ്റീവായ മനസ്സോടുകൂടി മാത്രം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എംപറർ കാർഡാണ് കേട്ടോ. വരാൻ പോകുന്ന കാര്യം, ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഡിവൈൻ നൽകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫാദർ എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഫാദറിൻ്റെ എനർജി വളരെ ശക്തമായിട്ടും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് നൽകുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം, ഫാദറിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു ദിവസമായിട്ട്, അതായത് ഫാദറിൻ്റെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് എന്തോ ഇന്ന് മൂല്യവത്തായ ഒരു ഉപദേശമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സഹായമായിരിക്കാം, വന്നു ചേരുന്ന ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ ഫാമിലിപരമാകുന്ന ഒരു ഗൈഡൻസോ സപ്പോർട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലംസിൽ നിങ്ങളുടെ ഫാദറിൻ്റെ ഒരു കൈത്താങ്ങുണ്ടാകുന്ന ദിവസമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലിപരമായിട്ട്, അതായത് കുടുംബപരമായിട്ട് ഒരു കൂടിച്ചേരാനും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും അതിലൂടെ നിങ്ങൾക്കൊരു മനഃശാന്തി ലഭിക്കുന്നുണ്ട്. ഫാമിലിയിൽ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ചില മാറ്റങ്ങൾ, ഒരു ലോസ് എനർജിയിൽ നിന്നും ഈ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം, വലിയൊരു സമാധാനം, സന്തോഷം ഇന്നത്തെ ദിവസം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാദറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കാനും ഒന്ന് മനസ്സ് തുറന്ന് പിതാവിനോട് സംസാരിക്കാനും തയ്യാറാവണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓർമ്മകൾ, നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങളൊന്ന് അയവിറക്കേണ്ട ദിവസം കൂടിയാണ് കേട്ടോ. അതായത് ഫാദറിനൊരു പ്രാധാന്യം കൊടുക്കുക, ഫാദറിനോടൊപ്പം കുറച്ച് ടൈം ചെലവഴിക്കുക, ആ ഒരു സാന്നിധ്യം ഇന്നത്തെ ദിവസം അനുഭവിക്കുക. അതല്ലെങ്കിൽ ഇന്നത് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. ദ ഹാങ്ക്ഡ് മാനാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ
പല കാര്യങ്ങളെക്കുറിച്ചും ഒരു തീരുമാനമെടുക്കാൻ ആലോചിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹൈഡിങ് ചെയ്ത് വെച്ചിരുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഒരു റിലേഷൻ്റെ എനർജി ആയിക്കോട്ടെ, നിങ്ങൾ ഹൈഡിങ് ചെയ്തു വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പറയേണ്ടതായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്ന ദിവസമാണ്. അത് റിലേഷൻഷിപ്പിൻ്റെ എനർജിയിലുള്ളവർക്ക് ഇന്ന് നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലീഗൽ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഒക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഒരു പൂർണ്ണത വന്നു ചേരുന്നു. അതായത് ഒരു ബ്ലെസ്സിങ്സ് ആണ്. വെയിറ്റിംഗ് എനർജിക്കുള്ള ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ കുറേ നാളുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ പ്രോജക്റ്റ് ആയിട്ടാണെങ്കിലും ഒരു പുതിയൊരു ഐഡിയാസൊക്കെ തോന്നിയത് അതെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുന്നു. പക്ഷേ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്, ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം അത് നിങ്ങൾക്ക് ചില ജസ്റ്റിസ് എന്തെങ്കിലും ഒരു കർമ്മ എനർജി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു കൺഫ്യൂഷൻ എനർജി, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യും. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളിലേക്ക് ഇന്ന് പല കാര്യങ്ങളും ന്യൂ ബിഗിനിങ് പോലെ വന്ന് ചേരുന്നു. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രണയം, ഒരു ഇമോഷൻസ് നിങ്ങളുടെ സോൾ എനർജിയുമായിട്ട്, അതല്ലേ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ഒന്നെങ്കിൽ ഒരു മാര്യേജ് സംബന്ധമാവുന്ന കാര്യത്തിന് ഇന്നൊരു പൂർണ്ണ തീരുമാനം എടുക്കാൻ പോകുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇന്നൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ഒരു പ്രണയം, ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിൽ, ഒരു ടോപ്പ് എനർജിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടുള്ളൊരു ഫീല് കാണുന്നുണ്ട്. അതായത് ഒരു സോൾ കണക്ഷൻസ്, നിങ്ങളുടെ യഥാർത്ഥ ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു സോൾ എനർജിയുമായിട്ട് ഇന്നൊരു കൂടിച്ചേരലുണ്ടാകുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്ന, വെയിറ്റിംഗ് ചെയ്ത് കാത്തിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വന്ന് ചേരാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത ചില കാര്യങ്ങൾ, കരിയർ പരമാകുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ശരിക്കും ഒരു സ്ട്രഗിളിങ് ചെയ്തുകൊണ്ട്, കുറച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് അതിൽ നിന്നും ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചീറ്റിംഗ് എനർജീനെ ആയിരിക്കാം, നിങ്ങൾക്ക് ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊന്ന് ഹീലാവാൻ പറ്റുന്നുണ്ട്. അതുപോലെ കരിയർ പരമായിട്ടും ബിസിനസ് പരമായിട്ടൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഇന്നൊരു റിലീഫ് എനർജി നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റെബിലിറ്റി, ഒരു പൂർണ്ണതയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊരു യാത്ര, കരിയർ പരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു യാത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ചേരുന്ന ഒരു ദിവസമാണ്. മൊത്തത്തിൽ ഒരു പ്രോഗ്രസ് എനർജിയാണ് ഇന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങൾ, ഒരു പുതിയ കാര്യത്തിന് ഫിനാൻഷ്യലി നിങ്ങൾ കരിയർപരമാകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണ് ഒരു പുതിയ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സാമ്പത്തികപരമാകുന്ന ഇടപാടിൽ ഒരു ശ്രദ്ധ കൊടുക്കണമെന്നാണ് കാണുന്നത്. ബിസിനസ് ആയിട്ടാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ കാര്യം, ഒരു സ്ഥലം വാങ്ങുന്നതിനോ ഒരു വീട് വെക്കുന്നതിനോ എന്തിനാണോ നിങ്ങൾ ഇന്ന് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലോ നിങ്ങളുടെ സോൾ കണക്ഷൻസ് പെട്ട സഹോദരങ്ങളായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനുള്ള നല്ല ഒരു ഇമോഷണൽ ബോണ്ടോടുകൂടി പോകുന്ന വ്യക്തികളുമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായ എന്തെങ്കിലും ഒരു ഇടപാട് എനർജി വരുന്നുവെങ്കിലും അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവിടെയും നിങ്ങൾക്ക് ചിലപ്പോൾ ചില നഷ്ടങ്ങൾ,
ശരിക്കും പറഞ്ഞാൽ നിരാശ, ചിലപ്പോൾ ഒരു ചീറ്റിംഗ് എനർജി വളരെ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു എനർജികൾ കണക്റ്റഡ് ആവുന്ന ഫിനാൻഷ്യൽ പരമായ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ വളരെ മറ്റുള്ളവരുടെ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു വാച്ചിങ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നിങ്ങളെ ചുമ്മാ വാച്ചിങ് ചെയ്യുക, കൺട്രോളിങ് ചെയ്യുക, നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തികളുമായിട്ട് ഇന്നൊരു ഫൈറ്റിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു നഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് കളങ്കം തെറ്റുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളെ ആവശ്യമില്ലാതെ വാണിംഗ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും നിങ്ങൾക്ക് ഒരു സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മാനസികമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എനർജികളിൽ നിന്നും ഒന്ന് സൈലൻ്റ് ആകുക, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്, കരിയർ പരമാകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു സക്സസ് എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എങ്കിൽ അതും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ഒരു സക്സസ് എനർജി അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം കരിയർ പരമാകുന്ന എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു സാലറി സംബന്ധമായിട്ടോ ജോലിക്കയറ്റം സംബന്ധമായിട്ടോ എന്തോ നിങ്ങളിലൊരു ചേഞ്ചിങ് വരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങളോട് ശത്രുതയോടുകൂടി നിൽക്കുന്ന കുറേ വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വരുന്ന സൗഭാഗ്യം, നിങ്ങളുടെ ആ ഒരു സക്സസ്, അത് നിങ്ങൾക്കൊരു വലിയൊരു മാറ്റം, ഒരു ടോപ്പ് എനർജിയിൽ എത്തിക്കുമെന്നതിൻ്റെ പുറത്ത് നിങ്ങളുമായിട്ട് മനസ്സുകൊണ്ട് അതിനകത്ത് ഹാപ്പിനെസ് ഇല്ലാത്ത ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക. നിങ്ങളുടെ ഭാഗ്യങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷത്തെയും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു വിജയത്തെ ഒന്നും ഒരിക്കലും ഷെയറിങ് ചെയ്യാതിരിക്കുക. അതൊരു പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ മാത്രം മറ്റുള്ളവർ അറിയാൻ പാകത്തിനായിരിക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. കൂടാതെ തന്നെ കരിയർ എനർജിയിൽ തന്നെ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ഇന്നൊരു ഫൈറ്റിംഗ് എനർജി, മറ്റാരൊക്കെയോ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർ ഒരു കോമ്പറ്റീഷൻ പോലെ നിങ്ങളോട് മത്സരിക്കുന്ന ചില വ്യക്തികളുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങളുമായിട്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇടപെട്ടുള്ളൊരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റപ്പെടാനും ബൗണ്ടറി ഇട്ട് നിൽക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളെ അവിടെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ പരമാകുന്ന ലോസും അതല്ലെങ്കിൽ ഇമോഷണൽ ലോസിനുമൊക്കെ കാരണമാകും. അപ്പോൾ കരിയർ എനർജിയിൽ വരുന്ന ചില ഫൈറ്റിങ്ങും കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകളയുക. നിങ്ങൾ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവാൻ പോകാത്ത വിധം നിങ്ങളൊന്ന് മാറി നിൽക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില വലിയ അബണ്ടൻസുകൾ, വളരെയധികം ഒരു പ്രഷ്യസായ ലൈഫ് സിറ്റുവേഷൻസ്, വളരെ നല്ല ഒരു സക്സസ്സും ഹാപ്പിനെസ്സുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചുവെങ്കിൽ, ഒരു കാർമിക് സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ടുപോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ പ്രപഞ്ചത്തിനോട് നമ്മൾക്ക് വിശ്വാസമുള്ള ആ ഒരു യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു ശക്തിയിലേക്ക് സമർപ്പിക്കുക, ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്. അതായത് മദർ എനർജിയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ അകൽച്ചയോ മറ്റോ ഉള്ള വ്യക്തികൾ ആ ഒരു എനർജിയുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ആദ്യം കിട്ടിയത് ഫാദർ എനർജിയുമായിട്ടുള്ളതാണ്. അതുപോലെ മദർ എനർജി എന്ന ഒരു കാര്യവും കൂടി നിങ്ങളിൽ വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇൻറ്റ്യൂഷൻ പവർ, നിങ്ങൾക്ക് നല്ല ഒരു ഇൻറ്റ്യൂഷൻ പവറോട് കൂടിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾക്ക് സക്സസ് ഉള്ള വ്യക്തികളാണ്.
എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സ്റ്റക്കാണ്, പക്ഷേ നിങ്ങൾക്കൊരു പൂർണ്ണതയില്ല, സ്റ്റക്കാണ്. എല്ലാത്തിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനോട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണെന്നുള്ള ഒരു പൂർണ്ണത നിങ്ങൾ സ്പിരിച്വൽ എനർജിയിലൂടെ കണ്ടെത്തുക. അതായത് കുറച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഒരു ഇരുൾമയാണ് നിങ്ങളുടെ മുന്നിൽ. അതും മാറ്റി നിങ്ങളൊരു പ്രകാശം കണ്ടെത്തുക. നിങ്ങളുടെ കയ്യിലുള്ള വെട്ടം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്കല്ല. ആദ്യം നിങ്ങൾ പ്രകാശം നിങ്ങളിലേക്ക് പരത്തുക, അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് വന്ന് ചേർന്നുകൊള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല കാര്യങ്ങളെയും, പാസ്റ്റിലെ കാര്യങ്ങളെ ബാലൻസും ചെയ്യണം. നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്ത് നിന്നും ഒരു തിരിച്ചറിവിലേക്ക് വരിക. അതുപോലെ തന്നെ ഹൈഡിങ് എനർജി, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡിങ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതുപോലെ മറ്റെവിടെന്നെങ്കിലുമൊക്കെ ബാഡ് സിറ്റുവേഷൻസിനെ, അതായത് ചില വ്യക്തികളുടെ മോശമായ പെരുമാറ്റം, സംസാരം, ഇതിലൊക്കെ ചെന്ന് നിങ്ങൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾ ഇന്ന് മാറുക. ഒരു ശ്രദ്ധ, ഒരു പാസ്റ്റിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള ഒരു എനർജി കൂടി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളിലേക്കുള്ള ചില അബണ്ടൻസുകളും സക്സസ്സുകളും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു സ്പിരിച്വൽ എനർജിയായി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇമോഷണലി എല്ലാം ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് മാറണം. ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ഇടുക. ചില സിറ്റുവേഷൻസിൽ, ചില വ്യക്തിബന്ധങ്ങളിലൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എന്നാണ്. അതുപോലെ ഇമോഷണലി നിരാശയായിട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നുകൂടി നമുക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ ഒരു നല്ല ഗൈഡൻസ് ഇന്ന് തേടണം കേട്ടോ. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ പരമാകുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തേടാൻ പറ്റുന്ന, നിങ്ങളുടെ മനസ്സുകൊണ്ട് തൃപ്തിയായിട്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് ചെയ്യുക എന്നുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ കുറച്ച് ഹീലാവേണ്ട ഒരു നിരാശ, അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ചില ഒരു ട്രോമ എനർജികളെ ഒന്ന് ഹീലാക്കി കളയാൻ സഹായിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.